ഇനി മികച്ച നടി നായിക ആരാണെന്ന് അറിയാൻ പോകുന്നു. അതിൻ്റെ നോമിനേഷൻസ് നമുക്ക് ആദ്യമൊന്ന് കുട്ടേട്ട, മികച്ച നടിക്കുള്ള നോമിനേഷൻസ്. എങ്ങനെയുണ്ട് അമേരിക്ക? സി കേരളത്തിന്റെ കുടുംബശ്രീ ശാരദ, ഒപ്പം തന്നെ ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ടീച്ചറമ്മ എന്ന 2 സീരിയലുകളിലെ മിന്നുന്ന പെർഫോമൻസിന് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ചേച്ചിയാണ് ഞങ്ങളുടെ മികച്ച നടിയായി 3ാമത്തെ എഡിഷനിൽ മാറിയിരിക്കുന്നത്. ഞങ്ങളുടെ മികച്ച നായികയ്ക്കുള്ള അംഗീകാരമാണ് കുട്ടേട്ടൻ നൽകുന്നത്. ഞങ്ങളുടെ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ പീറ്റർ പോൾ, ദ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹമാണ് പ്രശംസാപത്രം നൽകുന്നത്. ടാപ്പി നൽകുന്ന ഗിഫ്റ്റും ഷുക്കൂർ കോളിക്കര സാറിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. കേരള വിഷന്റെ ഉപഹാരമാണ് ഞങ്ങളിവിടെ ഇതാ സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്തു നിന്നുള്ള ഉപഹാര സമർപ്പണമാണ് നിങ്ങൾ കാണുന്നത്. ശ്രീലക്ഷ്മി ചേച്ചി, കുട്ടേട്ടനിൽ നിന്ന് ഏറ്റുവാങ്ങിയതിലുള്ളൊരു ത്രില്ല് ആ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അഭിനയത്തിൽ നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്തൊരു വലിയ വ്യക്തിത്വമാണ് അടുത്ത് നിൽക്കുന്നത്. എന്താണ് ഈ ഒരു മൊമെന്റിൽ ഓർമ്മ വരുന്ന ഒരു ഇൻസിഡൻറ്റ്? നമസ്കാരം. ഒരുപാട് സന്തോഷം. കുട്ടേൻ്റെ കൂടെ ഞാൻ 3-4 പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഭാര്യ ഭർത്താവായിട്ടും ആങ്ങള പെങ്ങളായിട്ടും ഒക്കെ 4-5 പടം. എൻ്റെ ഫസ്റ്റ് പടത്തിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്രതിഭയുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കൂടാതെ ഇന്നിപ്പോൾ ഞാൻ സത്യം പറയട്ടെ, ഞാൻ കുട്ടേൻ്റെ ഇവിടെ വരുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ വരുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, ഈശ്വര എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് കിട്ടാൻ സാധിക്കണേ എന്നുള്ള. സത്യമായിട്ടും ഒരുപാട്. പിന്നെ അഭിനേതാവ് എന്ന് മാത്രമല്ല, ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് കൂടെയാണ് കുട്ടേട്ടൻ. എനിക്ക് കുട്ടേട്ടൻ്റെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവരെയൊക്കെ അറിയാം, അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അതിൻ്റെ കൂട്ടത്തിൽ കേരള വിഷന് ഒരുപാട് നന്ദി. താങ്ക്സ് എ ലോട്ട് ടു ഷംനാഥ് സർ ആൻഡ് പ്രസാദ് സർ, പ്രസാദ് നൂർനാട്, എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ ഓഫ് കോഴ്സ് പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാണ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അവാർഡുകൾ നമുക്കെപ്പോഴും ഇൻസ്പിറേഷൻസാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു, അതുപോലെ തന്നെ പ്രോത്സാഹനവുമാണ്, അതുപോലെ ഉത്തരവാദിത്വമാണ്. ഒരുപാട് സന്തോഷം. ഈശ്വരനോട് നന്ദി, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, എല്ലാവരോടും. പിന്നെ എനിക്ക് ഈ പ്രോജക്റ്റ് തന്ന ടീച്ചറമ്മയുടെ ക്രൂവിനും കുടുംബശ്രീ ശാരദയുടെ ക്രൂവിനും ഞാൻ താങ്ക്സ് പറയുകയാണ്. എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന നീനു ഇവിടെ ഉണ്ട്, അവൾക്കും എന്തോ ഒരു അവാർഡുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് ഒരു ഇന്ധനമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് ചേച്ചിക്ക് സാധിക്കട്ടെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്ന് വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച്. ടീച്ചറമ്മ ഒരു വമ്പൻ വിജയമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ ഇതുപോലൊരു അവാർഡിൻ്റെ വേദിയിൽ നിൽക്കുന്ന സമയത്ത്, ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത്, ഹൗ ഡു യു ഫീൽ? സന്തോഷം. എപ്പോഴത്തെയും പോലെ തന്നെ അവാർഡുകൾ എപ്പോഴും നമുക്ക് പ്രചോദനമാണ്. എത്ര വർഷം കഴിഞ്ഞാലും, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവാർഡുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്രചോദനവും സന്തോഷവും ഉത്തരവാദിത്വവുമാണ്. സിനിമയിൽ നിന്ന് സീരിയലിൽ ഫൈനലി എത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു 2 മേഖലയിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം ഏതിൽ നിന്നാണ് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്? രണ്ടിൽ നിന്നും കിട്ടാറുണ്ട്. പക്ഷേ സീരിയലിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും അവർ നമ്മളെ ഓർത്തിരിക്കും. നമ്മുടെ ക്യാരക്ടർ സിനിമ ജസ്റ്റ് അപ്പോൾ വരുന്നു, ആ ക്യാരക്ടർ നന്നായിരുന്നു എന്നൊരു കാലത്തേക്ക് ഓർത്ത് പറയുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. സീരിയൽ നടക്കുന്നിടത്തോളം കാലം നമ്മളെന്നും അവരുടെ വീട്ടിൽ അതിഥികളായിരിക്കും. പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അതോ ടീച്ചറമ്മ തന്നെയാണ്? ടീച്ചറമ്മ തന്നെയാണ് ഇപ്പം. ടീച്ചറമ്മയും കുടുംബശ്രീ ശാരദയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി പ്രോജക്ട്സ്. സിനിമ ചെയ്യുന്നുണ്ട്, അത് വേറെ ഒരു സൈഡിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കേരള വിഷൻ.